നമസ്കാരം. എംഫേവോ ലേണിംഗ് ആപ്പിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ഒരു സെഷൻ എന്ന് പറയുന്നത് ലീഗൽ അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് ഉറപ്പായും ഈ ഒരു ഭാഗത്തു നിന്നും ചോദ്യമുണ്ട്, സിലബസിന്റെ ഭാഗമാണ് എന്നെല്ലാവർക്കും അറിയാം. നമ്മുടെ ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആണ് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് 1882. അപ്പോൾ ഇതൊരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആണ്. എന്നാൽ ആവശ്യമുള്ള പോയിന്റുകൾ ഞാനിവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒരു സെഷനിൽ നിന്നും നിങ്ങൾക്ക് കൂടുതൽ ചോദ്യങ്ങൾ കിട്ടിയേക്കും. കാരണം ഈ ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് ഞാൻ എടുത്തിരിക്കുന്ന ചില പോയിന്റ്സ് എന്ന് പറയുന്നത് മുൻകാല പരീക്ഷാ ചോദ്യങ്ങൾ കൂടിയാണ്. ഓക്കെ, സോ ഫസ്റ്റ് പാർട്ടിലേക്ക് നമുക്ക് കടക്കാം. നമുക്ക് ഇതൊരു കൊളോണിയൽ കാലഘട്ടത്തിലെ ഒരു നിയമമാണ് അല്ലേ, ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് 1882. അപ്പോൾ ഇത് എന്താണ് എന്നുള്ളത് ആദ്യം നമുക്ക് നോക്കാം. പ്രൊവൈഡ്സ് എ കോംപ്രഹെൻസീവ് ഫ്രെയിംവർക്ക് ഫോർ ദി ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ഇൻക്ലൂഡിംഗ് സെയിൽ, മോർട്ടേജ്, ലീസ്, ഗിഫ്റ്റ് ആൻഡ് എക്സ്ചേഞ്ച്. ശരിക്കും പറഞ്ഞാൽ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ രണ്ട് തരം പ്രോപ്പർട്ടീസിനെ നമ്മളിവിടെ പറയുന്നുണ്ട്. ഒന്ന് മൂവബിൾ പ്രോപ്പർട്ടീസും മറ്റൊന്ന് ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസും. അപ്പോൾ ഇതിൻ്റെ ഒരു ട്രാൻസ്ഫറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു നിയമത്തിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി ഈ ഒരു നിയമം ആക്ച്വലി നിലവിൽ വന്നത് 1 ജൂലൈ 1882. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ് കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ 1 ജൂലൈ 1882. PSC ചോദ്യമായിരുന്നു. മാത്രമല്ല ഈ ഒരു നിയമത്തിൽ 8 ചാപ്റ്റേഴ്സ് ഉണ്ട്. ആ 8 ചാപ്റ്റേഴ്സിൽ ആകമാനം 137 സെക്ഷൻസ് ഉൾപ്പെട്ടിട്ടുണ്ട്. സോ ടോട്ടൽ ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് 8 ആണ്. ആ 8 ചാപ്റ്റേഴ്സിൽ ആകമാനം 137 സെക്ഷൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. It provides a legal framework for the transfer of both movable and immovable property. ഞാൻ ഓൾറെഡി പറഞ്ഞു എന്താണ് മൂവബിൾ പ്രോപ്പർട്ടിയും ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയും വരുന്നുണ്ട് അല്ലേ. മൂവബിൾ പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഏതാണ് നമ്മുടെ പേഴ്സണൽ ബിലോങ്ങിങ്സ് ആയിട്ടുള്ള ക്യാഷ് ഓർ മണി, അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്റ്റോക്ക് ഉണ്ടാവും, അല്ലെങ്കിൽ ഷെയർസ് ഉണ്ടാവും. ഓക്കെ, അത്തരത്തിലുള്ള കാര്യങ്ങളാണ് എന്താണ് മൂവബിൾ പ്രോപ്പർട്ടി എന്നുള്ള രീതിയിൽ വരുന്നത്. എന്നാൽ ഇമ്മൂവബിൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം ലാൻഡ് വൺ ഓഫ് ദി എക്സാമ്പിൾസ് ആണ്. ഇപ്പോൾ ലാൻഡ് ആയിക്കോട്ടെ, ബിൽഡിംഗ് ആയിക്കോട്ടെ, ഇതൊക്കെയാണ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു നിയമവുമായി ബന്ധപ്പെട്ട് PSC ചോദിച്ചിട്ടുള്ളതാണ് ഈ പറയുന്ന ഈ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് കവേഴ്സ് ഓപ്ഷൻ എ മൂവബിൾ പ്രോപ്പർട്ടീസ്, ഓപ്ഷൻ ബി ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസ് എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട്. ഓപ്ഷൻ സി ബോത്ത് A and B എന്നൊക്കെ പറഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ നമ്മൾ പഠിച്ചിരിക്കണം. ഇറ്റ് കവേഴ്സ് ബോത്ത് മൂവബിൾ ആൻഡ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസ്. രണ്ടിൻ്റെയും ട്രാൻസ്ഫർ ഇവിടെ കവർ ചെയ്യുന്നുണ്ട്. ആദ്യത്തെ കാര്യമാണ്. ഇനി അടുത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് അപ്ലൈസ് ടു ദി ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ബിറ്റ്വീൻ ലിവിങ് പേഴ്സൺസ്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ് ആണ് ഈ ഒരു ആക്ട് ആപ്ലിക്കബിൾ ആവുന്നത് ട്രാൻസ്ഫർ ബിറ്റ്വീൻ ലിവിങ് പേഴ്സൺസ് അല്ലേ. അപ്പോൾ ജീവനുള്ള രണ്ട് വ്യക്തികൾക്കിടയിൽ നടക്കുന്ന ട്രാൻസ്ഫർ എന്ന് പറയുന്നത് മൂവബിൾ പ്രോപ്പർട്ടി ആകാം, ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ആകാം അല്ലേ. അപ്പോൾ ഇറ്റ് അപ്ലൈസ് ടു ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ബിറ്റ്വീൻ ലിവിങ് പേഴ്സൺസ് എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ്. അങ്ങനെ പറയുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കണം, ലിവിങ് പേഴ്സൺ എന്ന് പറയുന്നതിൻ്റെ ഒരു ഡെഫിനിഷൻ അല്ലേ. അത് നമ്മുടെ ഈ ഒരു ആക്റ്റിൽ സെക്ഷൻ 5 പറയുന്നത് ഇറ്റ് ഇൻക്ലൂഡ്സ് എ കമ്പനി, അസോസിയേഷൻ ഓർ ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ്. ഓക്കെ, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ലിവിങ് പേഴ്സൺ എന്ന് പറയുമ്പോൾ നമുക്ക് വ്യക്തികളുടെ കാര്യം എടുത്ത് പറയുകയാണെങ്കിൽ 2 പേരും ജീവനുള്ള വ്യക്തികളായിരിക്കണം അല്ലേ. സോ ഈ പറയുന്ന രീതിയിൽ ബിറ്റ്വീൻ ലിവിങ് പേഴ്സൺസ്, ഈ ലിവിങ് പേഴ്സണിൻ്റെ ഡെഫിനിഷനിൽ, ആ ഒരു ടേമിൻ്റെ ഡെഫിനിഷനിൽ എന്തൊക്കെ വന്നിട്ടുണ്ട്? ഇറ്റ് ഇൻക്ലൂഡ്സ് എ കമ്പനി, അസോസിയേഷൻ ഓർ ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇനി അടുത്തൊരു പോയിന്റാണ് വളരെ ഇമ്പോർട്ടൻ്റ്. എന്താണ്? ഇറ്റ് ഡസൻ അപ്ലൈ ടു ട്രാൻസ്ഫേഴ്സ് ബൈ ഓപ്പറേഷൻ ഓഫ് ലോ. ഓപ്പറേഷൻ ഓഫ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഈ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് എന്ന് പറയുന്നത് ആപ്ലിക്കബിൾ ആവുന്ന ഞാൻ ഓൾറെഡി പറഞ്ഞു ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ബിറ്റ്വീൻ ലിവിങ് പേഴ്സൺസ് എന്നുള്ളതാണ് അല്ലേ. പക്ഷേ
ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ബൈ ഇൻഹെറിറ്റൻസ് അഥവാ ഇൻസോൾവൻസി, കോർട്ട് ഓർഡർ ഒന്നും ഈ പറയുന്ന നിയമത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നില്ല അല്ലേ. അതായത് ഇൻഹെറിറ്റൻസ്, അപ്പോൾ ഇൻഹെറിറ്റൻസ് വഴി ലഭിക്കുന്ന പ്രോപ്പർട്ടി അല്ലേ, അപ്പോൾ അത്തരത്തിലുള്ള ആ ഒരു ട്രാൻസ്ഫർ ഒന്നും ഈ ഒരു നിയമത്തിൽ വരുന്നില്ല. ഫോർ എക്സാമ്പിൾ, അച്ഛൻ മരിച്ചു, അതിനുശേഷം അച്ഛൻ്റെ കാലത്തിന് ശേഷം ആ പറയുന്ന പ്രോപ്പർട്ടി മകനിലേക്ക് വരികയാണ് അല്ലേ, അതൊരു ട്രാൻസ്ഫർ ആണ്, ആ ഒരു ഷിഫ്റ്റിംഗ് ആണ്. അപ്പോൾ അത്തരത്തിലുള്ള സംഗതി, അപ്പോൾ ഓൾറെഡി അച്ഛൻ മരിച്ചു, അപ്പോൾ നോൺ ലിവിങ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ബിറ്റ്വീൻ ലിവിങ് പേഴ്സൺസ് ആണ് നമ്മുടെ ഈ ഒരു ആക്ട് കവർ ചെയ്യുന്നത്. അപ്പോൾ അച്ഛൻ മരിച്ചു, അതിനുശേഷം അച്ഛൻ്റെ പ്രോപ്പർട്ടി മകനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അതൊരിക്കലും ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് 1882 ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് അത് കവർ ചെയ്യില്ല, അല്ലെങ്കിൽ ഇത് അവിടെ ആപ്ലിക്കബിൾ ആവുന്നില്ല. നമുക്കറിയാം, അവർ ഹിന്ദു ആണെങ്കിൽ ഹിന്ദു സസഷൻ ആക്ട് 1956 പ്രകാരം സസഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ അവിടെയാണ് തീർപ്പ് കൽപ്പിക്കപ്പെടുന്നത്, ആ ഒരു നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഈ പറയുന്ന ഇൻഹെറിറ്റൻസ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്താണ്, അതായത് സസഷൻ ആക്റ്റുകൾ അല്ലെങ്കിൽ റൂൾസ് ആണ് അവിടെ ബൈൻഡിങ് ആവുന്നത്, അല്ലാതെ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് അല്ല. അപ്പോൾ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് എന്ന് പറയുന്നത് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ബിറ്റ്വീൻ ലിവിങ് പേഴ്സൺസ് ആണ്. ഓക്കെ, രണ്ടുപേരും ജീവനുള്ള വ്യക്തികളായിരിക്കണം എന്നുള്ളതാണ് സസഷൻ അല്ലെങ്കിൽ ഇൻസോൾവൻസി, പാപ്പരത്വം അല്ലേ, കടം തീർക്കാൻ നിർവാഹം ഇല്ലായ്മ, അതാണ് നമുക്ക് ഇൻസോൾവെൻറ്റ് എന്ന് പറഞ്ഞ് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇൻസോൾവൻസി, അതുപോലെ തന്നെ കോർട്ട് ഓർഡർ, ഇതൊന്നും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കോർട്ട് ഓർഡറൊന്നും ഈ പറയുന്ന നിയമം ആപ്ലിക്കബിൾ ആവുന്നില്ല. ഓക്കെ, ഇനി ഇറ്റ് പ്രൊഹിബിറ്റ്സ് ദ ഡയറക്റ്റ് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ടു ആൻ അൺബോൺ പേഴ്സൺ. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്, കഴിഞ്ഞ തവണത്തെ PSC ചോദ്യം കൂടെ ആയിരുന്നു. സെക്ഷൻ 13 ഈ ഒരു നിയമത്തിലെ സെക്ഷൻ 13 പറയുന്നത് ഇറ്റ് പ്രൊഹിബിറ്റ്സ് ദ ഡയറക്റ്റ് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ടു ആൻ അൺബോൺ പേഴ്സൺ. അപ്പോൾ ഞാനിവിടെ വീണ്ടും പറയുകയാണ്, ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ബിറ്റ്വീൻ ലിവിങ് പേഴ്സൺസ് ആണ് അല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ജനിക്കാനിരിക്കുന്ന ഒരു കുട്ടിയുടെ മേൽ നമുക്കൊരിക്കലും ഈ പറയുന്ന പ്രോപ്പർട്ടി പൂർണ്ണമായിട്ടും അല്ലെങ്കിൽ ഡയറക്റ്റ്ലി നേരിട്ട് പൂർണ്ണമായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയുന്ന സെക്ഷനാണ് എന്തെന്ന് പറയുന്നത്, സെക്ഷൻ 13 എന്ന് പറയുന്നത്. എന്നാൽ ഇവിടെ ചില കണ്ടീഷൻസ് ഈ നിയമം പറയുന്നുണ്ട്, ആ കണ്ടീഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയാൻ പറ്റും. അതായത് ചില കണ്ടീഷൻസ് വെച്ചുകൊണ്ട് തന്നെ അൾട്ടിമേറ്റ് ബെനിഫിഷ്യറി ഈ ഒരു അൺബോൺ പേഴ്സൺ ആകാം എന്നുള്ളത് കൂടി ഈ നിയമം പറയുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടേമാണ് ലൈഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് അല്ലേ. ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് 1882 ലൈഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നുണ്ട്. ദാറ്റ് മീൻസ് ദ പ്രോപ്പർട്ടി ഈസ് ഗിവൺ ടു സമ്മൺ ഫോർ ദെയർ ലൈഫ് ടൈം ആൻഡ് ദെൻ ടു സമ്മൺ എൽസ് ആഫ്റ്റർ ദെയർ ഡെത്ത്. അതായത് ഈ ലൈഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ എന്ന വ്യക്തി അദ്ദേഹത്തിന് ഒരു അൺബോൺ പേഴ്സണ് എന്ത് ചെയ്യണം, ഈ പറയുന്ന നമ്മുടെ പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യണം. ഓക്കെ, ബട്ട് ആസ് പെർ ദി ആക്ട്, ഈ ഒരു ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് പ്രകാരം സെക്ഷൻ 13 നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഡയറക്റ്റ് ട്രാൻസ്ഫർ ടു ആൻ അൺബോൺ പേഴ്സൺ ഈസ് നോട്ട് പെർമിറ്റഡ് അല്ലേ. അതുകൊണ്ട് തന്നെ ഇയാൾ ചെയ്യും, എ എന്ന് പറയുന്ന വ്യക്തി ബി എന്ന് പറയുന്ന മറ്റൊരു വ്യക്തിയിലേക്ക്, ലിവിങ് പേഴ്സണായ ബി എന്ന് പറയുന്ന മറ്റൊരു വ്യക്തിയിലേക്ക് ലൈഫ് ഇൻട്രസ്റ്റ് എന്നുള്ള രീതിയിലേക്ക് ഇത് ട്രാൻസ്ഫർ ചെയ്യും, ലൈഫ് ഇൻട്രസ്റ്റ്. അപ്പോൾ അതിൻ്റെ ഒരു സംഗതി എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പറയുന്ന അതായത് ഫോർ ലൈഫ് ടൈം ആയിട്ടാണ് ഇത്, അതായത് ഈ ബി എന്ന് പറയുന്ന വ്യക്തിക്ക് ഈ പ്രോപ്പർട്ടി ലൈഫ് ടൈം ആയിട്ട് ലഭിച്ചിരിക്കുകയാണ്. ഓക്കെ, എന്നിട്ട് ബി എന്ന് പറയുന്ന വ്യക്തിയുടെ മരണശേഷം എന്ത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ അൾട്ടിമേറ്റ് ബെനിഫിഷ്യറി ആരായിട്ട് മാറും, ഈ പറയുന്ന അൺബോൺ പേഴ്സണാക്കി മാറ്റിയെടുക്കാൻ സാധിക്കും. അത് ഈ പറയുന്ന രീതിയിൽ പോകാൻ കഴിയുന്നതാണ് എന്നുള്ളത് കൂടി നമ്മുടെ ഈ നിയമം പറയുന്നുണ്ട്. അപ്പോൾ സാധാരണ രീതിയിൽ നമ്മുടെ സെക്ഷൻ 13 പറയുന്നത് എന്താണ്, ഡയറക്റ്റ് ട്രാൻസ്ഫർ ടു ആൻ അൺബോൺ പേഴ്സൺ ഈസ് നോട്ട് പെർമിറ്റഡ്. അതേസമയം ഇതിൻ്റെ അൾട്ടിമേറ്റ് ബെനിഫിഷ്യറി ഒരു അൺബോൺ പേഴ്സൺ ആകാം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഉപായം എന്ന് പറയുന്നത് ഒരു എന്താണ്, ലൈഫ് ഇൻട്രസ്റ്റ് എന്നുള്ള രീതിയിൽ. ദാറ്റ് മീൻസ് എ എന്ന് പറയുന്ന വ്യക്തി ബി എന്ന് പറയുന്ന മറ്റൊരു ലിവിങ് പേഴ്സണ് ഒരു ലൈഫ് ടൈം പ്രോപ്പർട്ടി ട്രാൻസ്ഫർ നടത്തിയതിന് ശേഷം ബി എന്ന് പറയുന്ന വ്യക്തിയുടെ മരണശേഷം ഈ പറയുന്ന അൾട്ടിമേറ്റ് ബെനിഫിഷ്യറി ആരാക്കി മാറ്റാം, അൺബോൺ പേഴ്സൺ ആക്കി മാറ്റാൻ പറ്റും. ഓക്കെ, അൺബോൺ പേഴ്സൺ ആക്കി മാറ്റാൻ പറ്റും.
ഓക്കെ. ഇനി നമുക്ക് ടൈപ്സ് ഓഫ് ട്രാൻസ്ഫേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്പർ 1 സെയിലാണ്, ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ഓണർഷിപ്പ് ഇൻ എക്സ്ചേഞ്ച് ഫോർ മണി റിക്വയറിങ് എ സെയിൽ ഡീഡ്. അതായത് നമ്മൾ സാധാരണ രീതിയിൽ സ്ഥലം വാങ്ങി കൊടുക്കുന്നു അല്ലേ, വാങ്ങിക്കുന്നു കൊടുക്കുന്നു, ഒരു സെയിൽ ഡീഡൊക്കെ നടത്തുന്നുണ്ട് അപ്പോൾ മണി, അതാണ് സെയിൽ എന്ന് പറയുന്നത്. സെക്കൻഡ് പറയുന്നത് മോർട്ടേജ്, ട്രാൻസ്ഫറിങ് പ്രോപ്പർട്ടി ആസ് എ സെക്യൂരിറ്റി ഫോർ എ ലോൺ വിത്ത് ദ റൈറ്റ് ടു റെഡീം അപ്പോൺ പേയ്മെൻറ്റ്. ആക്ച്വലി നമ്മൾ പണയം വയ്ക്കുക എന്ന് പറയത്തില്ലേ, അത് തന്നെയാണ് ലോൺ റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പണയം വയ്ക്കുക, തുടർന്ന് ഇൻട്രസ്റ്റ് നമ്മൾ എല്ലാ മാസവും EMI അടച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ റീപേയ്മെൻറ്റ് ഇത് നമുക്ക് തിരിച്ച് ക്ലെയിം ചെയ്യാൻ പറ്റും. തേർഡ് വൺ എന്ന് പറയുന്നത് ലീസാണ്, ഗ്രാൻറ്റിംഗ് ടെമ്പററി യൂസ് ഓഫ് പ്രോപ്പർട്ടി ഫോർ എ സ്പെസിഫിക് പീരീഡ് ഇൻ എക്സ്ചേഞ്ച് ഫോർ റെന്റ്. 10 വർഷത്തേക്കോ 15 വർഷത്തേക്കോ ലീസിന് നമ്മൾ ഒരു ഭൂമി എടുത്തിട്ട് നമ്മുടെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു അല്ലേ. ലീസിന് എടുക്കുന്നു എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മളൊരു ലീസ് എഗ്രിമെൻ്റ് ഒക്കെ ഫോം ചെയ്ത് അതിനനുസരിച്ചുള്ള പേയ്മെൻ്റ് ഒക്കെ അവർക്ക് കൊടുത്തതിന് ശേഷമാണ് ഈ 5 വർഷം അല്ലെങ്കിൽ 10 വർഷത്തേക്ക് ഒരു സ്പെസിഫിക് ടൈം പീരീഡ് നമ്മൾ അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. ഇനി നാലാമത്തെ എന്ന് പറഞ്ഞാൽ ഗിഫ്റ്റാണ്, വോളണ്ടറി ട്രാൻസ്ഫർ വിത്തൗട്ട് കൺസിഡറേഷൻ. അതായത് ഈ പറയുന്ന ഗിഫ്റ്റിൻ്റെ കാര്യത്തിൽ എന്ത് വരുന്നില്ല, മണി എന്ന് പറയുന്ന ഒരു കൺസിഡറേഷനേ അല്ല. കാരണം എന്ന് വെച്ചാൽ ഇത് വോളണ്ടറി ട്രാൻസ്ഫർ ആണ്. ഇനി അഞ്ചാമത്തെ എന്ന് പറയുന്നത് എക്സ്ചേഞ്ച് ആണ്, ട്രാൻസ്ഫറിങ് വൺ പ്രോപ്പർട്ടി ഇൻ എക്സ്ചേഞ്ച് ഫോർ അനദർ പ്രോപ്പർട്ടി. ഇവിടെയും ആക്ച്വലി മണി എന്നത് കൺസിഡർ ചെയ്യുന്നേ ഇല്ല. വൈ? ബിക്കോസ് എ എന്ന് പറയുന്ന വ്യക്തിയുടെ കയ്യിലുണ്ടായിരുന്ന പ്രോപ്പർട്ടി ബി എന്ന് പറയുന്ന വ്യക്തിയുടെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ ബി എന്ന് പറയുന്ന വ്യക്തിയുടെ കയ്യിലുണ്ടായിരുന്ന പ്രോപ്പർട്ടി എയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നു. അതിൻ്റെ ഇടയിൽ മണി എന്ന് പറയുന്ന ഒരു കൺസിഡറേഷൻ അവിടെ വരുന്നേ ഇല്ല. അപ്പോൾ നമ്മുടെ ഈ ഒരു നിയമത്തിൽ ട്രാൻസ്ഫർ ഓഫ് ബോത്ത് മൂവബിൾ ആൻഡ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ഉണ്ടാവും, which also includes sale, mortgage, lease, gift, അതുപോലെ തന്നെ എക്സ്ചേഞ്ച്. ഇത്തരത്തിലുള്ള ട്രാൻസ്ഫേഴ്സ് ആണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഈ ഒരു നിയമത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഇനി നമുക്ക് നോക്കാം സെക്ഷൻ 5. സെക്ഷൻ 5 എന്ന് പറയുന്നത് ഡെഫിനിഷൻ ഓഫ് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി. ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി എന്നതിൻ്റെ ഒരു കൃത്യമായ ഡെഫിനിഷൻ ആണ് കൊടുക്കുന്നത്. ദ ആക്ട് ഓഫ് കൺവേയിങ് പ്രോപ്പർട്ടി ഓണർഷിപ്പ് ഫ്രം വൺ ലിവിംഗ് പേഴ്സൺ ടു അനദർ. ഇറ്റ് ഇൻക്ലൂഡ്സ് സെയിൽസ്, ഗിഫ്റ്റ്സ്, മോർട്ടേജ്, ലീസ് ആൻഡ് എക്സ്ചേഞ്ചസ്. ഓക്കെ, അപ്പോൾ ലിവിംഗ് പേഴ്സൺ എന്നതിൻ്റെ ഡെഫിനിഷൻ ഉൾപ്പെടെ നമ്മുടെ നിയമത്തിൽ സെക്ഷൻ 5 തന്നെ പറയുന്നുണ്ട് അല്ലേ. ഒരു എന്താ പറയുക, ഒരു കമ്പനി ആകാം, അല്ലെങ്കിൽ ഒരു അസോസിയേഷനോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് ആവാം അല്ലേ. ഇൻഡിവിജ്വൽസിൻ്റെ കാര്യത്തിലാണെങ്കിൽ 2 പേരും ജീവനുള്ള വ്യക്തികളായിരിക്കണം എന്നുള്ളത് പറയുന്നുണ്ട്. ഇനി നോട്ട് ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം, ടൈപ്സ് ഓഫ് ട്രാൻസ്ഫറബിൾ പ്രോപ്പർട്ടി. ഓക്കെ, നമുക്ക് എന്ത് തരം പ്രോപ്പർട്ടീസാണ് ഇവിടെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നത്? ബോത്ത് മൂവബിൾ ആൻഡ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസ് ആണ്. അപ്പോൾ ഇതിൽ തന്നെ ടൈപ്സ് ഓഫ് ട്രാൻസ്ഫറബിൾ പ്രോപ്പർട്ടി ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. So first one, real estate ആണ്. This includes land and buildings which can be transferred through sale deeds, lease agreements or mortgage. Second one എന്ന് പറഞ്ഞാൽ movable assets ആണ്. These are tangible goods like vehicles, machinery and other physical items that can be transferred by delivery and documentation. അപ്പോൾ നമ്മൾ റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇമ്മൂവബിൾ ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. മൂവബിൾ ആയിട്ടുള്ള അസറ്റിൽ നമ്മൾ ഈ പറയുന്ന ടാഞ്ചിബിൾ ഗുഡ്സ് ലൈക്ക് വെഹിക്കിൾസ്, മെഷീനറി, മൂവബിൾ അസറ്റ്സിൽ കയറി വരുന്നുണ്ട്. തേർഡ് വൺ എന്ന് പറയുന്നത് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി ട്രാൻസ്ഫർ അല്ലേ. അതായത് പേറ്റൻസ്, കോപ്പിറൈറ്റ്സ് ആൻഡ് ട്രേഡ് മാർക്സ് ക്യാൻ ബി ട്രാൻസ്ഫർ ത്രൂ ലൈസൻസിങ് എഗ്രിമെന്റ്സ് ഓർ അസൈൻമെന്റ്സ്. ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി. ഇനി നാലാമത്തെ എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് ആണ്. ഷെയർസ്, ബോൺസ് ആൻഡ് അതർ സെക്യൂരിറ്റീസ് ക്യാൻ ബി ട്രാൻസ്ഫേർഡ് ത്രൂ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ഓർ ഡയറക്റ്റ് എഗ്രിമെന്റ്സ് എന്ന് പറയാം അല്ലേ. അപ്പം നമ്മൾ ഈ പഠിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മൂവബിൾ പ്രോപ്പർട്ടിയുടെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ പറയുന്ന എന്താണ് ക്യാഷ്, സ്റ്റോക്ക്, ഷെയർസ് ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രോപ്പർട്ടീസ് ട്രാൻസ്ഫർ ചെയ്യാൻ ഈ ഒരു നിയമപ്രകാരം പറ്റും. ഏതൊക്കെയാണ്? റിയൽ എസ്റ്റേറ്റ്, മൂവബിൾ അസറ്റ്, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി, പേറ്റൻസ്, കോപ്പിറൈറ്റ്സ്, ഈ മരുന്നിൻ്റെയൊക്കെ പേറ്റൻസും മറ്റ് സിനിമകളുടെയൊക്കെ പകർപ്പവകാശം, കോപ്പിറൈറ്റ് അല്ലേ. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ്, ഇതെല്ലാം നമുക്ക് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് 1882 പ്രകാരം ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നതാണ്.
ഇനി സെക്ഷൻ 6 പഠിക്കേണ്ടത് പ്രോപ്പർട്ടി ദാറ്റ് ക്യാൻ ബി ട്രാൻസ്ഫേർഡ് എക്സെപ്റ്റ്, അല്ലെ, ഏതൊക്കെ പ്രോപ്പർട്ടീസിനെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം, എല്ലാത്തരം പ്രോപ്പർട്ടീസിനെ ട്രാൻസ്ഫർ ചെയ്യാം എക്സെപ്റ്റ് ആ എക്സെപ്ഷൻ ആണ് സെക്ഷൻ 6 പറയുന്നത്. ആ എക്സെപ്ഷൻ നമുക്ക് നോക്കാം. സ്പെസ് സസഷൻ, ഇത് സെക്ഷൻ 6A ആണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. PSC പരീക്ഷയിൽ സെക്ഷൻ 6A എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ പറയുന്ന സ്പെസ് സസഷനെ കുറിച്ച് പറയുന്ന, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആപ്ലിക്കബിൾ അല്ലാത്ത ഒരു സംഗതി, അല്ലെ, എക്സെപ്ഷണൽ കേസാണ് ഈ സ്പെസ് സസഷനെ കുറിച്ച് പറയുന്ന വകുപ്പ് സെക്ഷൻ ഏത് എന്നുള്ളത് PSCയുടെ ചോദ്യമായിരുന്നു. സെക്ഷൻ 6 സബ് ക്ലോസ് A ആണ്. ദ ചാൻസ് ഓഫ് ആൻ എയർ അപ്പാരന്റ് സക്സീഡിങ് ടു ആൻ എസ്റ്റേറ്റ് കനോട്ട് ബി ട്രാൻസ്ഫേർഡ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ചാൻസ് ഓഫ് ആൻ എയർ അപ്പാരന്റ് സക്സീഡിങ് ടു ആൻ എസ്റ്റേറ്റ് കനോട്ട് ബി ട്രാൻസ്ഫേർഡ്. അതായത് എന്താണ് സ്പെസ് സസഷൻ എന്ന് പറയുന്ന ആ ഒരു അർത്ഥം തന്നെ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ഈ ഒരു വേർഡിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. എന്താണ് ദ ചാൻസ് ഓഫ് ആൻ എയർ അപ്പാരന്റ് സക്സീഡിങ് ടു ആൻ എസ്റ്റേറ്റ് കനോട്ട് ബി ട്രാൻസ്ഫേർഡ്. ഓക്കെ, ഇനി നമുക്ക് സ്വാഭാവികമായിട്ടും അച്ഛൻ, ഓക്കെ, ഈ പറയുന്ന ഫാദർ ജീവിച്ചിരിക്കെ തന്നെ നമുക്കറിയാം ഒരു ഫാദറിൻ്റെ ഒരു വിൽ പവർ ഉണ്ടായിരിക്കാം. ലൈക്ക് ഫാദർ പറയുന്നു, എൻ്റെ മരണശേഷം എൻ്റെ ഈ പറയുന്ന പ്രോപ്പർട്ടി എൻ്റെ മകൾക്ക് ഞാൻ കൊടുക്കാൻ ആഗ്രഹിക്കുന്നു എന്നൊരു വിൽ പവർ അല്ലെങ്കിൽ അത്തരത്തിലൊരു തീരുമാനം ഫാദർ എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇരിക്കെ ആ ഒരു ഇത് വെച്ചിട്ട് ഒരിക്കലും, അല്ലെങ്കിൽ ഈ ഒരു പ്രോപ്പർട്ടിയുടെ യഥാർത്ഥ പിന്തുടർച്ച അവകാശി, ഇനി വരാനിരിക്കുന്ന അവകാശി താനാണ് എന്ന് വെച്ചുകൊണ്ട് ആ മകൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഈ ഒരു പ്രോപ്പർട്ടി മറ്റൊരു രീതിയിൽ ആർക്കും ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ സാധിക്കില്ല. അതാണ് സ്പെസ് സസഷൻ എന്ന് പറയുന്നത്, സെക്ഷൻ 6A. അടുത്തത് പേഴ്സണൽ റൈറ്റ്സ് ആണ്. റൈറ്റ്സ് ദാറ്റ് ആർ ഇൻഹെറന്റ്ലി പേഴ്സണൽ ടു ആൻ ഇൻഡിവിജ്വൽ സച്ച് ആസ് പേഴ്സണൽ സ്കിൽസ്, എബിലിറ്റീസ് ഒന്നും ട്രാൻസ്ഫർ ചെയ്യാൻ ഇവിടെ പറ്റത്തില്ല. Future maintenance. Any right to future maintenance, whether arising in any manner or determined, is non-transferable. ഇപ്പോൾ ഫ്യൂച്ചർ മെയിൻ്റനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ നിന്നും മറ്റൊരു വ്യക്തിയിൽ നിന്നും ലഭിക്കാവുന്ന ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട്, ഫ്യൂച്ചറിൽ ലഭിക്കാനിടയുള്ള ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട്. ഇപ്പോൾ നമ്മൾ പറയുകയാണ്, ലൈക്ക് ഞാനിപ്പോൾ കടം കയറി നിൽക്കുകയാണ്, ഫ്യൂച്ചറിൽ എൻ്റെ ഒരു അടുത്ത ബന്ധു എന്നെ ഫിനാൻഷ്യൽ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ഈ കടം ഞാൻ അത് വെച്ചിട്ട് നിനക്ക് ബാലൻസ് ചെയ്യാം, നീ തൽക്കാലം അത് ഉറപ്പാണെന്ന് പറഞ്ഞിട്ട് നമുക്കൊരിക്കലും ആ ഒരു ട്രാൻസ്ഫർ ഒന്നും നടക്കത്തില്ല. ലൈക്ക് ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ, ഫ്യൂച്ചറിൽ ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട് കിട്ടും എന്നുള്ളത് കൊണ്ട് തന്നെ ആ ഒരു സപ്പോർട്ട് മറ്റൊരാൾക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ കടം ഒഴിവാക്കാനായിട്ട് ആ ഒരു സപ്പോർട്ട് മറ്റൊരാളുടെ പേരിലേക്ക്, അല്ലേ, കടം കൊടുക്കേണ്ട ആളുടെ പേരിലേക്കൊന്നും നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റത്തില്ല. അതാണ് ഫ്യൂച്ചർ മെയിൻ്റനൻസ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് mere right to sue എന്നുള്ളതാണ്. The mere right to sue is not transferable. One cannot transfer their right to pursue legal action to another person. അടുത്തത് പബ്ലിക് ഓഫീസ് ആണ്. A public office and the salary associated with it, whether before or after it has become payable, cannot be transferred. അതുപോലെ തന്നെ സ്റ്റൈപ്പൻസ്, അതായത് ഈ പറയുന്ന മിലിറ്ററി, നേവൽ, എയർഫോഴ്സ് പേഴ്സണൽ അവർക്ക് ലഭിക്കുന്ന സ്റ്റൈപ്പൻസ് അലൗഡ് ടു മിലിറ്ററി, നേവൽ ഓർ എയർഫോഴ്സ് പേഴ്സണൽസ് ആർ നോൺ ട്രാൻസ്ഫറബിൾ, അല്ലേ. അപ്പോൾ അത് നോൺ ട്രാൻസ്ഫറബിൾ ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മുടെ സെക്ഷൻ 6 പറയുന്നത് എന്താണ്, എനി പ്രോപ്പർട്ടി മേ ബി ട്രാൻസ്ഫേർഡ് എക്സെപ്റ്റ് എന്ന് പറഞ്ഞ് ഈ പറയുന്ന സ്പെസ് സസഷൻ, ബാക്കിയുള്ള പേഴ്സണൽ റൈറ്റ്സ്, ഫ്യൂച്ചർ മെയിൻ്റനൻസ്, മേ റൈറ്റ് ടു സ്യൂ, പബ്ലിക് ഓഫീസ്, സ്റ്റൈപ്പൻസ്, ഇതൊന്നും ട്രാൻസ്ഫറബിൾ അല്ല എന്നാണ് പറയുന്നത് ഈ ഒരു നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ. അപ്പോൾ ഇതെല്ലാം തന്നെ PSC പരീക്ഷകളിൽ ചോദിച്ചിട്ടുണ്ട്. ഇനി വരാനിരിക്കുന്ന പരീക്ഷകളിൽ എന്താണ് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദ്യങ്ങൾ വരുമ്പോൾ ഇതൊക്കെ നമുക്ക് സഹായകരമായിരിക്കും. ഈ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മാക്സിമം ചോദ്യങ്ങളുണ്ടാവും. സെക്ഷൻ 7 നോക്കാം. ഇറ്റ് സ്റ്റേറ്റ്സ് who is competent to transfer property and the conditions for a valid transfer. ആക്ച്വലി ഈ പറയുന്ന പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ഒക്കെ നടക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും വ്യക്തികൾ
ഒരു സൗണ്ടഡ് മൈൻഡ് ആയിരിക്കണം അല്ലേ, സൗണ്ടഡ് മൈൻഡ് ആയിരിക്കണം. അതുപോലെ തന്നെ ഒരു മൈനറും ആവരുത്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഇവിടെ പറയുന്നത്. സോ ഫസ്റ്റ് വൺ നമുക്ക് നോക്കാം. എസെൻഷ്യൽ എലമെന്റ്സ് ഓഫ് എ വാല്യൂ ട്രാൻസ്ഫർ. ട്രാൻസ്ഫറർ മസ്റ്റ് ബി കോമ്പിറ്റന്റ് ടു കോൺട്രാക്ട്, അതായത് ഒരു സൗണ്ട് മൈൻഡ് ആയിരിക്കണം, അതുപോലെ തന്നെ നോട്ട് എ മൈനർ. ഇനി ട്രാൻസ്ഫറി മസ്റ്റ് ബി കേപ്പബിൾ ഓഫ് ഹോൾഡിംഗ് പ്രോപ്പർട്ടി. സി, ഒരു വ്യക്തി, ഒരു എ എന്ന് പറയുന്ന വ്യക്തി ബിയിലേക്ക് പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി ഒരുങ്ങുകയാണ്. എ എന്ന് പറയുന്ന വ്യക്തി, ട്രാൻസ്ഫറർ എന്ന് പറയുന്നത് സൗണ്ട് മൈൻഡ് ആയിരിക്കണം അല്ലേ, അതായത് അദ്ദേഹം ആ ഒരു കോൺട്രാക്റ്റ് അല്ലെങ്കിൽ ആ ഒരു എഗ്രിമെന്റ് ചെയ്യാൻ കോമ്പീറ്റന്റ് ആയിരിക്കണം, മാത്രമല്ല മൈനറും ആകരുത്. ഇനി ട്രാൻസ്ഫറി, അതായത് ഈ പറയുന്ന വ്യക്തി, ട്രാൻസ്ഫറി എന്ന് പറയുന്നത് ഈ ഒരു പ്രോപ്പർട്ടി അദ്ദേഹത്തിന് ഹോൾഡ് ചെയ്യാനുള്ള ആ ഒരു കേപ്പബിലിറ്റി കൂടി ഉണ്ടായിരിക്കണം അല്ലേ, ആ ഒരു കേപ്പബിലിറ്റി കൂടി നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഇനി പ്രോപ്പർട്ടി മസ്റ്റ് ബി ട്രാൻസ്ഫറബിൾ. ഞാൻ പറഞ്ഞല്ലോ, ട്രാൻസ്ഫറബിൾ പ്രോപ്പർട്ടീസ് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എനി പ്രോപ്പർട്ടി മേ ബി ട്രാൻസ്ഫേർഡ് എക്സെപ്റ്റ് എന്ന് പറയുന്ന കണ്ടീഷൻസ്, പൊസഷൻ, പേഴ്സണൽ റൈറ്റ്സ്, ഫ്യൂച്ചർ മെയിൻ്റെനൻസ്, ഇതെല്ലാം നമ്മൾ പഠിക്കുന്നുണ്ട് സെക്ഷൻ 6-ൽ. ഇനി ട്രാൻസ്ഫർ മസ്റ്റ് ബി മെയ്ഡ് ഇൻ ദ മാനർ പ്രിസ്ക്രൈബ്ഡ് ബൈ ലോ. അതാണ് ഞാൻ പറയുന്നത്, ഈ ഒരു ലോ പറഞ്ഞിരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ സെക്ഷൻ 7 എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇറ്റ് സ്റ്റേറ്റ്സ് ഹു ഈസ് കോമ്പീറ്റന്റ് ടു ട്രാൻസ്ഫർ പ്രോപ്പർട്ടി ആൻഡ് ദി കണ്ടീഷൻസ് ഓഫ് ഫോർ എ വാലിഡ് ട്രാൻസ്ഫർ. ഇതാണ് നമ്മുടെ പാർട്ട് 1-ൽ ഡിസ്കസ് ചെയ്യാനുള്ള. പാർട്ട് 2-ൽ കൂടുതൽ കാര്യങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും വരാം. താങ്ക് യു.